കുട്ടികൾക്കും സ്ത്രീകൾക്കും പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി ഡോക്ടേഴ്സ് വ്യൂ. സ്ത്രീകളിൽ കാണുന്ന തൈറോയിഡിൻ്റെ വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ് സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് നോക്കാം. തൈറോയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴുത്തിന് മുന്നിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ്. ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ്. 3 മുതൽ 4 സെൻറ്റിമീറ്റർ വരെ നീളവും ഒരു 25 ഗ്രാം വരെ തൂക്കവുമുള്ള ഒരു ഓർഗനാണ് നമ്മുടെ തൈറോയ്ഡ് ഓർഗൻ എന്ന് പറയുന്നത്. അത് ചെറിയ ഒരു ഓർഗനാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും തന്നെ നിയന്ത്രിക്കുന്ന ഒരു ഓർഗനാണത്. നമ്മുടെ ഹൃദയത്തിൻ്റെയും വൃക്കകളുടെയും ലിവറിൻ്റെയും തലച്ചോറിൻ്റെയും എല്ലാം തന്നെ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന ഒരു ഓർഗനാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ. നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയെ ക്രമീകരിക്കുക, നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും വളർച്ചയെയും മറ്റ് ആരോഗ്യ ഘടകങ്ങളെയും ഇമ്മ്യൂണിറ്റീനെയും എല്ലാം തന്നെ ബാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നന്നായിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഓർഗനാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന എന്ത് അസുഖങ്ങളും നമ്മുടെ ശരീരത്തിലെ മൊത്തത്തിൽ തന്നെ ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളിൽ തൈറോയ്ഡ് രോഗങ്ങൾ പുരുഷന്മാരെ അപേക്ഷിച്ച് ഒരുപാട് കൂടി വരികയാണ്. പ്രസവശേഷം ഉണ്ടാകുന്ന തൈറോയ്ഡ് രോഗങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിലെ ഏത് ഏജിലുണ്ടാകുന്ന തൈറോയ്ഡ് രോഗങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സ്ത്രീകളിൽ കൂടി വരികയാണ്. അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ സ്റ്റഡീസ് നടക്കുന്നതേ ഉള്ളൂ. എന്നാൽ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ പാരമ്പര്യമായിട്ട് വരാറുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതചര്യയിൽ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കണ്ടീഷൻ എന്നറിയപ്പെടുന്ന പ്രശ്നം കൊണ്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ തൈറോയ്ഡ് വേരിയേഷൻ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൽ വേരിയേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ T3, T4, TSH മുതലായിട്ടുള്ള വാല്യൂസ് നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തൈറോയ്ഡ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് തൈറോയ്ഡിനെ ബാധിച്ച് വരുന്ന പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത് ഒന്ന് ഗോയിറ്ററാണ്. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡിൻ്റെ ഗ്രന്ഥി തന്നെ വീർത്ത് വരുന്നൊരവസ്ഥയാണ്. എന്നാൽ ഗോയിറ്റർ മാത്രമാണ് മിക്കവാറും ഒക്കെ എല്ലാവരും നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നത്. കാര്യം ഗോയിറ്ററിൽ വരുമ്പോഴത്തേക്കിനും കഴുത്തിൻ്റെ മുന്നിലുള്ള തൈറോയ്ഡ് ഓർഗൻ ഇങ്ങനെ വീങ്ങി വരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നു എന്തോ തൈറോയ്ഡ് വേരിയേഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ തൈറോയ്ഡ് ഗ്രന്ഥിനെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങളായിട്ടുള്ള ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡിനെ ബാധിക്കുന്ന ചെറിയ രീതിയിലുള്ള ക്യാൻസർ അല്ലാത്ത തരത്തിലുള്ള മുഴകൾ, ക്യാൻസർ ആയിട്ടുള്ള മുഴകൾ, തൈറോയ്ഡിൽ വരുന്ന ഇൻഫെക്ഷൻസ്, തൈറോയിഡൈറ്റിസ്, ഇവയൊക്കെ തന്നെ പലപ്പോഴും കണ്ടുപിടിക്കാനായിട്ട് വളരെ താമസിക്കാറുണ്ട്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ഈ തൈറോയ്ഡിൽ ഈ ഗ്രന്ഥിക്ക് വരുന്ന വേരിയേഷൻസ് മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് തൈറോയ്ഡിനെ ബാധിച്ച് വരുന്ന പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങളാണ് ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസം. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ തൈറോയ്ഡിൻ്റെ ഫങ്ഷൻസൊക്കെ മന്ദീഭവിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ തൈറോയ്ഡിൻ്റെ ഗ്രന്ഥിയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ കുറച്ച് കൂടി വരുന്ന അവസ്ഥയാണ്. ഹൈപ്പോ തൈറോയിഡിസം ആണ് സാധാരണയായിട്ട് ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളിൽ കാണപ്പെടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാവുക, തണുപ്പ്, അതായത് ചെറിയൊരു തണുപ്പ് തന്നെ അവർക്ക് സഹിക്കാൻ വയ്യ, എപ്പോഴും ഉണ്ടാകുന്ന ക്ഷീണം, നന്നായിട്ട് മുടി ഒഴിച്ചിലുണ്ടാവുക, ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെയൊക്കെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാവുക, എപ്പോഴും ദേഹത്തൊക്കെ ആണെങ്കിൽ സ്കിന്നിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഡ്രൈനെസ് വരിക, മലബന്ധം വരിക, എപ്പോഴും തലകറക്കം പോലെയൊക്കെ ക്ഷീണം വരിക, നെഞ്ചെടുപ്പ് പോലെയൊക്കെ തോന്നുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മുടെ ഹൈപ്പോ തൈറോയിഡിസത്തിൽ കാണപ്പെടുന്ന സിംറ്റം. അതുപോലെ തന്നെ വണ്ണവും കൂടാറുണ്ട് ചിലരിൽ. എന്നാൽ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഇതിന് കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ലക്ഷണങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതിലെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പെട്ടെന്ന് മെലിഞ്ഞതുപോലെ വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, അതുപോലെ സ്കിന്നൊക്കെ നന്നായിട്ട് കുറച്ച് സോഫ്റ്റ് ആയതുപോലെ തോന്നുക, മുടി പൊഴിച്ചിൽ വരിക, ആർത്തവ ക്രമക്കേടുകൾ വരിക, കണ്ണ് കുറച്ച് തള്ളി വരിക, ഇവയൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണപ്പെടുന്ന ലക്ഷണം. അതുപോലെ അവർക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല. ഹൈപ്പോ തൈറോയിഡിസത്തിലാണെങ്കിൽ അവർക്ക് തണുപ്പാണ് സഹിക്കാൻ പറ്റുന്നത്, മറ്റവർക്കാണെങ്കിൽ ചൂടാണ്, മൊത്തത്തിലുള്ള ഒരു ഇറിറ്റേഷൻസും, ഇവയൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ സ്ത്രീകളുടെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആർത്തവകാലത്തിൽ വരുന്ന കുറച്ച് വേരിയേഷൻസ്, ദേഷ്യം കൂടുക, അല്ലെങ്കിൽ വണ്ണം കുറയുകയോ അല്ലെങ്കിൽ വണ്ണം കൂടുക, പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ വണ്ണം കുറയുകയോ വണ്ണം കൂടുകയോ, അല്ലെങ്കിൽ തണുപ്പ് സഹിക്കാൻ പറ്റാതെ വരിക, സ്കിന്നിൽ വരുന്ന ചേഞ്ചസോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മുടി പൊഴിച്ചിൽ വരിക, ഇവയൊക്കെ വരുവാണെങ്കിൽ എല്ലാവരും തന്നെ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ ഫങ്ഷൻസൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ, തൈറോയ്ഡ് ഹോർമോൺസിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ, ഇത് തന്നെയാണ് എല്ലാവരും ചെക്ക് ചെയ്യേണ്ടത്.
അപ്പോൾ ചിലരിലാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ചെറുപ്രായത്തിൽ തന്നെ കൊളസ്ട്രോൾ നന്നായിട്ട് കൂടി നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അവർ നേരിട്ട് ചിലപ്പോൾ കൊളസ്ട്രോളിൻ്റെ മെഡിസിൻ കഴിക്കാനായിരിക്കും പോകുന്നത്. എന്നാൽ അവർ ചിലപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ ചെക്ക് ചെയ്തു എന്ന് വരില്ല. മിക്കവാറും കേസിലൊക്കെ ഹൈപ്പോതൈറോയിഡിസം നന്നായിട്ട് കൺട്രോൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൊളസ്ട്രോൾ ഒരു കാരണവും ഇല്ലാതെ തന്നെ കൂടി നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ആ ഒരു ഫംഗ്ഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ കൊളസ്ട്രോളും കുറയാറുണ്ട്. ഈ അമിതവണ്ണത്തിൻ്റെ കാര്യം ഇത് തന്നെയാണ്. ചിലർക്കാണെങ്കിൽ എത്ര ഫുഡ് കൺട്രോൾ ചെയ്താലും എത്ര വ്യായാമം ചെയ്താലും വണ്ണം കുറയത്തില്ല. അപ്പോൾ അവർക്ക് ഈ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ണവും കുറയ്ക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നവും സ്ത്രീകൾക്കുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ വന്ധ്യതയാണ്. തൈറോയിഡിൻ്റെ പ്രശ്നം ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ആയാലും ഹൈപ്പർ തൈറോയിഡിസം ആയാലും എന്ത് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടായാലും വന്ധ്യത അതിൻ്റെ ഒരു കാരണമായിട്ട് വരാറുണ്ട്. അപ്പോൾ വന്ധ്യതയുടെ ചികിത്സ അവർ നേരെ എടുക്കാൻ പോകുന്നതിന് മുമ്പ് അവരും ഈ തൈറോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ സ്ഥിരമായിട്ട് മലബന്ധം ഉണ്ടാകുന്നവർ എന്തൊക്കെ മെഡിസിൻ കഴിച്ചോട്ടും അത് കറക്റ്റ് ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരും ഇപ്പം പൊതുവേ പറയുകയാണെങ്കിൽ എല്ലാ സ്ത്രീകളും തന്നെ ഒരു 20 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഒരു 3 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ എല്ലാ വർഷവും തന്നെ ഈ തൈറോയിഡിൻ്റെ ഫങ്ഷൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും. T3, T4, TSH വാല്യൂസൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ TSH എന്ന് പറയുമ്പോൾ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. അതിൻ്റെ ലെവൽ നോക്കുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള തൈറോയിഡിൻ്റെ ഇഷ്യൂ ആണ് വന്നിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. സാധാരണയായിട്ടൊക്കെ ഒരു അതിൻ്റെ വാല്യൂസൊക്കെ നോക്കിയതിന് ശേഷമാണ് ഡോക്ടർമാർ ഏത് തരത്തിലുള്ള ചികിത്സയാണ് തൈറോയ്ഡ് രോഗത്തിന് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസും വരാറുണ്ട്. തൈറോയിഡൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ അവയൊക്കെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. പിന്നീട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് രോഗം കാണുന്നത് പ്രസവത്തിന് ശേഷമാണ്. പോസ്റ്റ്പാർട്ടം തൈറോയിഡൈറ്റിസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ പ്രസവത്തിന് ശേഷം വരുന്ന തൈറോയിഡിലുണ്ടാകുന്ന ഒരു നീർക്കെട്ട് ചിലർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ അതങ്ങ് തനിയെ മാറുന്നതായിരിക്കും. എന്നാൽ ചിലർക്ക് ആദ്യം കുറച്ച് നാൾ ഹൈപ്പർ തൈറോയിഡിസമായിട്ട് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞ് കാണാറുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് മെലിഞ്ഞ പോലെ തോന്നുക, ഒരുപാട് മുടി പൊഴിച്ചിൽ വരിക, അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാ പ്രഗ്നൻറ്റ് ലേഡീസും തന്നെ തൈറോയ്ഡ് ചെക്ക് ചെയ്യുക. ആദ്യം കുറച്ച് നാൾ ഹൈപ്പർ തൈറോയിഡിസമായിട്ട് മാറിയിട്ട് പിന്നെ അതങ്ങ് നേരെ ഹൈപ്പോതൈറോയിഡിസത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രസവത്തിന് ശേഷം ഇപ്പോൾ ഒട്ടുമിക്കവാറുമുള്ള എല്ലാ സ്ത്രീകൾക്കും തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നം കാണാറുണ്ട്. അതിനാൽ അവർ കറക്റ്റ് സമയത്ത് കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഉള്ള ഇത് മനസ്സിലാക്കേണ്ട ആവശ്യമെന്ന് പറയുമ്പോൾ ഒരു പ്രഗ്നൻ്റ് ലേഡിക്കാണ് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ ജനിക്കുന്ന കുട്ടിക്ക് ജനിതക വൈകല്യങ്ങൾ വരാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും.